നമസ്കാരം. ഞാൻ ഷംസു യാക്കൂബ്. ഉമ്മായെ കൊടുവാൾ കൊണ്ട് വെട്ടി, അച്ഛനെ കൊന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് ദിനം പ്രതി കേൾക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമുക്കിങ്ങനെ ഉമ്മായെയും വാപ്പായെയും ഇങ്ങനെ വെട്ടാനുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാകും. അവരെ അടിയാണ് നമുക്കെപ്പോഴും പേടി. നമ്മൾ സ്കൂൾ വിട്ടു ഇത്ര സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ നമ്മളവർ ഭയങ്കരമായി ശിക്ഷിക്കും. ആ ഭയം കൊണ്ട് നമ്മളെന്താ ചെയ്യണം? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:10 വീട്ടിലെത്തുന്ന ഉറപ്പുണ്ട് മാതാപിതാക്കൾ. 4:15 ചോദ്യം ചെയ്യലില്ല, തല്ലലാണ്. കാര്യം സ്കൂൾ പരിസരത്ത് നിന്ന് കഴിഞ്ഞാൽ ചീത്തായി പോകുന്നു. അന്നൊക്കെ അങ്ങനത്തെ ചുറ്റുപാടുകളൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പം നമ്മളത് ഓർക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിന് വിടുമ്പോഴും അതിനൊരു നിശ്ചിത സമയം അവരുടെ മനസ്സിലുണ്ടാവും. രാത്രി കാലങ്ങളിൽ പുറത്ത് വിടുന്ന പ്രശ്നമില്ല. 8 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വിടുന്ന പ്രശ്നം തന്നെ ഇല്ല. ഇന്നതൊക്കെ മാറി. ഇന്ന് കുട്ടികളൊക്കെ വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി എറണാകുളത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് 10:15 മണിക്ക് എറണാകുളത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ നടന്നു പോകുന്നു. വളരെ ചെറിയ കുട്ടികൾ. അപ്പോൾ ഇവരൊന്നും മാതാപിതാക്കളെ അന്വേഷിക്കില്ലെന്ന് വിചാരിച്ചു. എന്താണ് ഈ ലോകത്തിൻ്റെ പോക്ക്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ വെറുതെ വിറപ്പിച്ചു കളയും. അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയും ഇതൊക്കെ. പക്ഷെ എന്താ പഠിക്കണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാർ പോകുന്നില്ലേ, അതിൽ പോയിട്ടും ഇവർക്ക് എന്താണ് അവർ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് മനസ്സിലാവാണ്ടാണ്. ഇപ്പോൾ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പറയുകയാണെങ്കിൽ ഇവിടെ സുന്നി, മുജാഹിദ്, വഹാബി അങ്ങനെ വിവിധ തരം പ്രശ്നങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഹബറാരാധനകൾ, അതിനെ എതിർത്തും ഇതിനും ചെയ്ത് ഇവർക്ക് ഇതിനൊക്കെ നേരമുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒരുപാട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ തരാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനം വരട്ടെ. നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ തന്നെ 12 മണിയാകുമ്പോൾ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നിർബന്ധമായി വിടും. നമ്മൾ ആ പ്രസംഗം മുഴുക്കെ കേൾക്കും. എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ വേദഗ്രന്ഥങ്ങൾ അധികം വായിച്ചിട്ടൊന്നുമല്ല. പിൽക്കാലങ്ങളിലാണ് ആ വേദഗ്രന്ഥത്തിനോട് സ്വയം ഇൻട്രസ്റ്റ് തോന്നി സ്വയം പഠിക്കുകയാണ് ചെയ്തത്. കാര്യം ഇവരാരും പഠിപ്പിക്കുന്നതല്ല ഈ വേദഗ്രന്ഥത്തിലുള്ളത്. എല്ലാം തലതിരിച്ചാണ് പറയുന്നത്. ആകെ സ്വർഗം മാത്രമേ ഇവർക്ക് പറയാൻ അറിയാവുള്ളൂ. ഇവിടുത്തെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് പറയാൻ ഇവർക്കറിയില്ല. ഭൗതിക ജീവിതത്തിലൂടെയാണല്ലോ സ്വർഗം കിട്ടണമെന്നുള്ളതും അവർക്ക് പറഞ്ഞു തരാനറിയില്ല. അവരാകെ സ്വർഗം മാത്രമേ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിത താളങ്ങൾ. ഇങ്ങനെയാണ് മനുഷ്യരെ ഇനി നന്നാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളും പണ്ഡിതന്മാരും ഒക്കെയാണ് ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് ചിന്തിച്ച് പഠിക്കേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ ബാക്കിയുള്ള ആളുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായത്.